ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ ഈ റൂം നല്ല നീറ്റായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ വന്നതിന് ശേഷം ഏകദേശം അലങ്കോലമായിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഡ്രസ്സ് അവിടെ ഇവിടെയും വെച്ച് പിന്നെ അങ്ങനെയൊക്കെ ഞാൻ മര്യാദയ്ക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായി യൂസ് ചെയ്യാത്തതുകൊണ്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അലച്ചു അതൊക്കെ ഒന്ന് അടക്കി പറക്കി ഒതുക്കി ഒതുക്കി വെക്കാം, എന്നിട്ട് റൂം നല്ല നീറ്റായിട്ട് ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടാക്കാം. റൂം ഒതുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാനൊക്കെ കാരണം ഇന്നിപ്പോൾ നീറ്റാക്കി വെച്ചു എന്നുണ്ടെങ്കിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. 2-3 ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ അലങ്കോലമായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ തന്നെ വീണ്ടും ഒതുക്കാറാണ് പതിവ്. അപ്പം ഇതാണ് ഒതുക്കണതിന് മുമ്പുള്ള റൂമിൻ്റെ ഒരു കോലം. ഇതിലിരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും എൻ്റെയാണ്. ഇപ്പോൾ ഈ തുറക്കുന്ന ഡ്രോയറിൽ ഈ ഷെൽഫിലുള്ളത് മാത്രമാണ് എൻ്റെ അനിയത്തിയുടെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മാറ്റിയതിന് ശേഷം ഇതിൽ മൊത്തം എൻ്റെ വെക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ. കാരണം ഞാനിപ്പോൾ നിൽക്കണത് ഇപ്പം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചേട്ടൻ വരുന്ന ഒരു ടൈമിൽ, അതായത് ഇപ്പോൾ ചേട്ടനിപ്പോൾ മന്ത്ലിയാണ് വരാറുള്ളത്. അപ്പം അങ്ങനെ വരുന്ന ടൈമിൽ ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ചേട്ടൻ്റെ അവിടെ പോയി നിൽക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ ക്യാരിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് കൂടുതലായിട്ട് നിൽക്കണത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒതുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ റൂമിലാകെ ഭയങ്കര അലങ്കോലമായി കിടക്കുമല്ലോ. അപ്പോൾ പിന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളുടെ സാധനങ്ങളൊക്കെ മാറ്റി അവൾക്ക് എടുത്തു വയ്ക്കാൻ കൊടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആദ്യം ബെഡിലേക്ക് ഇടുകയാണ്. ഇനി അതൊക്കെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അവളെ നിന്ന് ചീത്തയേക്കും. അപ്പോൾ ഞാൻ മടക്കിയിട്ടാണ് ഫുൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അവൾക്ക് മറ്റേ പുറത്ത് വേറെ റൂമിൽ ഷെൽഫുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പേസും ആവും. അപ്പോൾ എനിക്കിതിനകത്ത് മൊത്തം വയ്ക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒതുക്കലൊക്കെ അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ മുകളിലിപ്പോൾ വെക്കുന്നതൊക്കെ ബെഡ്ഷീറ്റ്, അതുപോലെ കർട്ടൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇവിടെ നിന്ന് മാറ്റാനുള്ള പെർമിഷനില്ല. അപ്പോൾ അതുകൊണ്ട് അതിവിടെ തന്നെ വെക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് കവറിൽ വെച്ചതിന് ശേഷം പൊടിയൊന്നും ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നെടുത്ത് മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ അത് അവിടെ ഇരുന്നോളും. പിന്നെ കുറച്ച് അതായത് നമ്മൾ വല്ലപ്പോഴും മാത്രം എടുക്കുന്ന തോർത്തുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ കെട്ടി ഇങ്ങനെ എടുത്തു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള 2 ഇതിൽ എൻ്റെ പുറത്തേക്ക് ഞാൻ ഇടുന്ന കുറച്ച് ഡ്രസ്സും വീട്ടിലിടുന്ന ഡ്രസ്സും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ 2ലും ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ വെക്കാമെന്നാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം ഡ്രസ്സുകളൊക്കെ മടക്കി ഫുള്ള് ഫില്ലാക്കി വെച്ചു. അങ്ങനെ ഷെൽഫിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ബാക്കി എൻ്റെ ബാഗ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ടെങ്കിലാണ് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അത് ട്രോളിയിൽ തന്നെ വെച്ചു. പിന്നെ ബെഡിൽ മൊത്തം സാധനങ്ങളാണ്. ഇനി അടുത്തത് ഈ ടേബിൾ ക്ലീൻ ആക്കണം. അപ്പോൾ അതിന് മുമ്പ് മെഡിസിൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാരിങ് ആയിരിക്കുമ്പോൾ തന്നെ കഴിക്കണം കുറേ മെഡിസിൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ എൻ്റെ ആ ബാഗിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ബാഗ് പുറത്തിരിക്കണതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാഗ് എടുത്ത് വെക്കുമ്പോൾ പിന്നെ എനിക്കിത് ഓപ്പണായി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു ബോക്സിനകത്ത് കഴിക്കാൻ എളുപ്പത്തിന് ഞാനതിങ്ങനെ കട്ട് ചെയ്തിട്ടു. അതാകുമ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിലായാലും ഇപ്പോൾ ഒരു 2-3 എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ അവിടെ പോകുന്ന ടൈമിലാകുമ്പോൾ ഈ മെഡിസിൻ പിന്നെ ആ നേരത്ത് കട്ട് ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 2 ഡേയ്സൊക്കെ നമ്മൾ മാറി നിൽക്കാമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഫുള്ളിങ്ങനെ കട്ട് ചെയ്തിടും കേട്ടോ. അതിനുശേഷം ഈ ടേബിളിലിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഇത് മാറ്റലാണ് ഇനി അടുത്ത ചടങ്ങ്. ഇത് മാറ്റിയിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആരും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഈ റൂമിൽ പിന്നെ ഇതിപ്പോൾ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഞാനിത് അതായത് ഇവർ കിടക്കുന്ന റൂമുണ്ട്. അപ്പോൾ അവിടേക്ക് മാറ്റി കൊടുക്കാനാണ്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് യൂസ്ഫുൾ ആവുമല്ലോ. അങ്ങനെ പിന്നെ കേർട്ടനൊക്കെ മാറ്റണമായിരുന്നു. അതൊക്കെ ആകെ ഡസ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ എൻ്റെ അടുത്ത് നീ കയറി ഇതൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതെൻ്റെ ഏറ്റവും താഴെയുള്ള അനിയനാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ടാണ് അത് മൊത്തം കേർട്ടനൊക്കെ അഴിച്ച് ജനലിലുള്ള പൊടി മൊത്തം തട്ടിയതൊക്കെ അവനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങനത്തെ പൊടി അല്ലെങ്കിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല. അവനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് അത് ഫുള്ള് പൊടിയും തട്ടലും അതുപോലെ ജനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം തുടയ്ക്കലും കമ്പികളും കാര്യങ്ങളൊക്കെ. കാരണം ഇതിൻ്റെ കമ്പി തുടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വളവുള്ളതുകൊണ്ട്. പക്ഷെ അവനത് ഒരു വിധത്തിൽ അവനെക്കൊണ്ട് പറ്റുന്ന പോലെ അവൻ സെറ്റാക്കി തന്നിട്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടേബിളിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു വിരിയിട്ടു. ഇത് ഞങ്ങൾ ബാംഗ്ലൂർ നിന്നിരുന്ന ടൈമിൽ വീടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടുത്തെ വിൻഡോയിൽ കേർട്ടനായിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവം അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ അവിടെ ഒന്ന് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഫോട്ടോ പൊടി പിടിച്ച് മുകളിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനതെടുത്തിട്ട് കുറച്ച് നാൾ ഇതിന് ഇവിടെ ഇരിക്കട്ടെ വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വായിക്കുന്ന ബുക്സും എൻ്റെ ഹോസ്പിറ്റലിലെ ഫയലും അതുപോലെ ബൈബിളും അങ്ങനെയുള്ള കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ടേബിളിലേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാർജർ ഇത് മസ്റ്റാണ്, അപ്പോൾ ഇതും പിന്നെ പിന്നെ ഒരു പ്ലാന്റും കൊണ്ടുവച്ചു. ഇവിടെ അവിടെ സ്ഥലം കണ്ടപ്പോൾ വെറുതെ ഇരിക്കുന്നത് തോന്നിയില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടെ വെക്കാമെന്ന് വെച്ചപ്പോൾ അതങ്ങോട്ട് ഫില്ലായി. അങ്ങനെയാണ് ടേബിൾ സെറ്റ് ചെയ്തെടുത്തപ്പോൾ ടേബിളിൻ്റെ പണി കഴിഞ്ഞു. ഇനി റൂം ക്ലീനാക്കി പിന്നെ താഴെയൊക്കെ നിറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ എന്താ സൈഡിലിരിക്കുന്ന ആ കവർ കണ്ടോ, ആ കവറിനകത്താക്കിയിട്ട് വേസ്റ്റാക്കി കെട്ടി വെച്ചു. ബാക്കിയെല്ലാം അടിച്ചു വാരിയിട്ട് പുറത്തേക്ക് ആക്കാനാണ് അടിച്ചു വാരി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ മാറ്റ് അത് അവൻ യോഗയ്ക്കൊക്കെ കൊണ്ടുവന്ന മാറ്റ്. ഇപ്പോൾ ഞാനത് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത് ഫുള്ള് എന്താ പറയുക, ഷെൽഫ് മൊത്തം ഒതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ പോലെ, പക്ഷെ കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വയ്യാണ്ടായപ്പോൾ അന്നത്തെ ദിവസം നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ദിവസം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ കേർട്ടൻ അലക്കാനിട്ടതൊക്കെ അലക്കി ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിൽ റിങ്ങൊക്കെ ഇട്ടിട്ട് അത് ഫുള്ള് ഞാനും അവനും അമ്മയും കൂടി, അമ്മ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ, അമ്മയും കൂടി ഇട്ടിരുന്ന് അത് ഫുള്ള് ഞങ്ങൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അവനും അമ്മയും ഞാനൊക്കെ കൂടി അവരാണ് കേർട്ടൻ അവനാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണ ആൾ കേട്ടോ. അവൻ കേർട്ടനൊക്കെ ഇട്ട് തന്ന് ഓക്കെ. അപ്പം അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു എന്നാൽ നീ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഫുള്ളും ഇങ്ങനെ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും എടുത്തിട്ടൊക്കെ വേണ്ട ഇടാനൊക്കെ ആയിട്ട്. പിന്നെ അതിൽ കയറി നിൽക്കണം. അപ്പോൾ എനിക്ക് അതിപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ എനിക്കത് പറ്റില്ല. അപ്പോൾ അവനാണ് അത് മൊത്തം കംപ്ലീറ്റ് ആക്കി തന്നത്. അപ്പോൾ ഫുള്ള് ഇട്ടതിന് ശേഷം പിന്നെ ആൾ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇനി നീ അറേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒതുക്കി എന്താ പറയുക കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ കർട്ടൻ്റെ പണിയും കഴിഞ്ഞു. ഇവിടെ മുൻപ് കിടന്നിരുന്നത് ഒരു ക്രീം ഷെയ്ഡും ഗ്രീനും മിക്സ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്രീം അങ്ങോട്ട് മാറ്റി, കാരണം റൂമല്ല, അപ്പോൾ കുറച്ച് ഡാർക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ ഗ്രീൻ എടുത്തിട്ടു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അത് മൊത്തം മാറ്റുക. പിന്നെ ഇപ്പോൾ ഇത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലീൻ ചെയ്യണ ദിവസം പിറ്റേ ദിവസം ചേട്ടൻ വരും. അപ്പോൾ ചേട്ടൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് ഞാൻ തലേ ദിവസം മാറ്റാതിരുന്നത്, പിറ്റേ ദിവസത്തേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പില്ലോ കവറും അതൊക്കെ മാറ്റി എല്ലാം സെറ്റ് ചെയ്തു. മറ്റേ ബെഡ്ഷീറ്റൊക്കെ ടക്കിൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെ റൂമൊക്കെ ഇങ്ങനെ നീറ്റാക്കി എന്താ പറയുക ക്ലീൻ ആക്കിയപ്പോൾ തന്നെ അത്യാവശ്യം സമാധാനമായി. ഇനിയും ഇപ്പോൾ ഒരു താഴത്തൊരു പോർഷനേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. മുകളിൽ റാക്കൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല, അതെനിക്ക് പറ്റില്ല. അപ്പം അമ്മ ഫ്രീ ആകുമ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ സമാധാനമായി, റൂം കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ പുതിയ വീഡിയോസും അതുപോലെ എന്താ പറയുക പുതിയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.